നല്ല ബീഫ് കഴിച്ചാലോ? വെറും ബീഫല്ല, നല്ല ബീഫിന്റെ ബ്രിസ്ക്കറ്റ്. കേരളത്തിൽ അത്ര സജീവമല്ലാത്ത വിഭവമാണ് ബീഫ് ബ്രിസ്ക്കറ്റ്. കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരിലാണ് ദിവസങ്ങളെടുത്ത് തയ്യാറാക്കുന്ന ഈ വിഭവം ഉണ്ടാക്കുന്നത്. 4 സുഹൃത്തുക്കൾ ചേർന്നാണ് ബുച്ചോ എന്ന പേരിൽ ബ്രിസ്ക്കറ്റ് മേക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും ടീമിനൊപ്പം ആ കഴിച്ച വെറൈറ്റി ഐറ്റത്തിന്റെ കഥ കാണാം. ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ കോഴിക്കോട് നഗരത്തിലെ മാങ്കാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഉച്ച സമയത്ത് നല്ല അടിപൊളി ബീഫിൻ്റെ കുറച്ച് ഡിഷുകൾ പരിചയപ്പെട്ടാലോ? അങ്ങനെ വെറും ഡിഷല്ല, ബീഫ് ബ്രിസ്ക്കറ്റ്. അപ്പം ബ്രിസ്ക്കറ്റിൽ ഭയങ്കര അടിപൊളി വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ അടുത്തേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ കോഴിക്കോട് നിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പം അഖിൽ കക്കോടിയും അതുപോലെ തന്നെ രാജേഷ് വെള്ളരിക്കുണ്ടും എനിക്കൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അവിടെ എത്തിയിട്ടാകാം ബീഫ് ബ്രിസ്ക്കറ്റിൻ്റെ ബാക്കി കഥകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം മാങ്കാവ് തിരുവണ്ണൂരിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം, വിശേഷങ്ങൾ ചോദിച്ചറിയാം. കേരളത്തിൽ അത്ര അധികം പ്രചാരത്തിലുള്ള ഒരു ഡിഷല്ല, എന്നാൽ ഇപ്പം കുറേ കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു ഡിഷാണ് ഈ ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ബീഫ് മാത്രമല്ല, ചിക്കനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് കൊണ്ട് നടക്കുന്ന ഇതിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഒന്ന് ആദ്യം 3 പേരും പേരൊന്ന് പരിചയപ്പെടുത്തും. പേരെങ്ങനെയാണ്? എൻ്റെ പേര് പ്രണവാണ്, സ്ഥലം മഞ്ചേരിയാണ്, മലപ്പുറം. നമ്മളെ പേര് നിതിൻ, സ്ഥലം തിരുവനന്തപുരമാണ്. നമ്മളെ പേര്? എൻ്റെ പേര് ആസിഫ്, സ്ഥലം കോട്ടയം. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് കിച്ചണിലേക്കാണ്. എങ്ങനെയാണ് ഈ ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ബ്രിസ്ക്കറ്റ് എടുത്തിട്ട് മാഗ്നേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഡ്രൈ ഏജിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. അതായത് ഇതിനെ മാഗ്നേഷൻ ചെയ്തിട്ട് 2 ദിവസം ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കും. അതിനുശേഷം എടുത്ത് ആയിട്ടാണ് നമ്മൾ 16 hours സ്മോക്ക് ചെയ്തെടുക്കുന്നത്. 16 hours സ്മോക്ക് ചെയ്തെടുക്കുന്നതിന് നമ്മൾ 250 ഗ്രാമിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 16 hours. എന്നിട്ട് അതിൻ്റെ ഇന്ത്യൻ ടെമ്പറേച്ചർ അറൗണ്ട് ഒരു 98-99 ആവുന്നവരെ നമ്മളതിനെ കുക്ക് ചെയ്യും. അതിനുശേഷം അതിനെ 2 ദിവസത്തെ ഏജിങ് പ്രോസസ്സ് വരുന്നുണ്ട്, 2 മണിക്കൂറത്തെ ഏജിങ് പ്രോസസ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ബ്രിസ്ക്കറ്റിൻ്റെ കംപ്ലീറ്റ് ആവും. അപ്പം നിലവിൽ നമ്മളിപ്പം ഈ ബ്രിസ്ക്കറ്റ് അതിൻ്റെ മേലെ ഈ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ ഇവരുടെ സ്മോക്കറിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇതാണ് ആ സ്മോക്കർ. അപ്പം ഈ കോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ഇതിൽ വെക്കുന്നത്. അത് 16 മണിക്കൂറാണ് ഇവിടെ വെക്കുക. ആ 16 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച അത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിത് തുറക്കാൻ പോവുകയാണ്. അപ്പം ബീഫ് ബ്രിസ്ക്കറ്റ് എല്ലാവരുടെയും മുന്നിലേക്ക്. അപ്പം സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ കാണാം, നല്ല അടിപൊളിയായിട്ട്. അപ്പം ഇനി നമുക്കിത് പുറത്തെടുക്കണം. അപ്പം നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് സ്മോക്ക് ചെയ്തൊരു സാധനമാണെന്ന് തിരിച്ചറിയാം? ആദ്യം തന്നെ അത് ചോദിക്കട്ടെ. അതെ, നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത സ്ലൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു പിങ്കിഷ് ലെയർ ഉണ്ടോ, ഈ റിങ്, ഇതിനാണ് സ്മോക്ക് റിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 16 hours സ്മോക്ക് ചെയ്തെടുത്തതിൻ്റെ പ്രൂഫാണ് ഈ കാണുന്നത്. പിന്നെ ഇതാണ് ബെൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് മീറ്റിൻ്റെ എത്രത്തോളം ടെൻഡർ ആയിട്ടുണ്ടോ എന്നുള്ള പ്രൂഫ് തെളിയിക്കുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ബെൻഡ് ടെസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് രുചിച്ച് നോക്കണം. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, വായിൽ കപ്പൽ ഓടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, അഖിൽ കക്കോടി. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ? വാ ഇവിടെ.
അപ്പം ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അഖിലേട്ടനാണ് ഞങ്ങളുടെ ബീഫ് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അഖിലേട്ടന് കൊടുത്തിട്ട് നമുക്കിത് ടേസ്റ്റ് നോക്കാം. റെഡി അല്ലേ അഖിലേട്ടൻ? അപ്പം അഖിലേട്ടൻ ഇത് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് അഖിലേട്ടൻ അഭിപ്രായം പറയട്ടെ എന്താണ് എങ്ങനെയാണ് ഈ ബീഫിൻ്റെ സ്ഥിതി എന്നുള്ളത്. കാരണം നല്ല അടിപൊളി സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. അഗു എങ്ങനെയുണ്ട്? സൂപ്പർ വെറൈറ്റി. ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ? ഇതല്ല, വെറൈറ്റി ടേസ്റ്റ്. അപ്പം ന്യൂ ഇയർ ക്രിസ്മസ് ദിനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അല്ലേ? അപ്പം ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് അല്ലെങ്കിൽ ഡിഷാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടിൽ നമ്മൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഇവരുടെ കോൺടാക്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇവരുടെ ബുച്ചോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കയറുക, അതിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാകും. അപ്പം ഇവരൊരു ഹോംലി സെറ്റപ്പിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഒരു ഷോപ്പൊന്നുമല്ല. അപ്പം ഇവർ സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ നമ്പർ കിട്ടും. അപ്പം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് റൈഡിംഗ് റിപ്പോർട്ടിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനും അഖിലിനുമൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. അപ്പോൾ ഏതായാലും ബീഫ് ബ്രിസ്ക്കറ്റ് കണ്ടല്ലോ, ബിസ്ക്കറ്റ് അല്ല ബ്രിസ്ക്കറ്റ്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പ്രേക്ഷകർ തിരുത്തുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് തന്നെയാണ് ബ്രിസ്ക്കറ്റ്. അപ്പോൾ ഒരു വിദേശ വിഭവമാണ്, നമ്മുടെ നാട്ടിൽ അത്ര വലിയ പരിചയമില്ലാത്തതാണ്. പക്ഷേ ബീഫ് ലവേഴ്സിന് ഉറപ്പായും ട്രൈ ആവുന്ന മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ആ ബീഫ് കഴിച്ച ക്ഷീണത്തിൽ നമുക്കൊരു ചെറിയ ഇടവേള എടുത്തു വരാം.